എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ദേവസ്വം ബോർഡ് LDC പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിൽ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഫൈനാൻസ് കീ പ്രകാരമുള്ള ഉത്തരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ചോദ്യം ഇതാണ്: കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതെന്നാണ് ഇവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. കേരളക്കരയിലെ ശ്രീമൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഉത്തരമായിട്ട് വരേണ്ടത്. തൃശൂർ വടക്കുന്നാഥ ക്ഷേത്രമാണ്. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഏതെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഉദയനാപുരം സുബ്രഹ്മണ്യനാണ്. വൈക്കത്തപ്പന്റെ പുത്രനാണെന്ന സങ്കല്പമുള്ള ദേവത ഉദയനാപുരം സുബ്രഹ്മണ്യൻ. രാമനാട്ടം പരിഷ്കരിക്കപ്പെട്ട് ഉണ്ടായ കലാരൂപം എന്നാണ് അടുത്ത ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് 93-ാം ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കഥകളിയാണ്. കഥകളി യോഗം സ്വന്തമായുള്ള ഏക ക്ഷേത്രം ഏതെന്നാണ് അടുത്ത ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആണ്. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രമാണ്. തട്ടയിൽ ഒരിപ്പുറത്ത് ഭഗവതി ക്ഷേത്രം. അടുത്ത ചോദ്യം: ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണിതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കൂ. എവിടെയാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആണ്. തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. തിരുവൈരാണിക്കുളം ക്ഷേത്രമാണ്. അപ്പൊ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ പാർവതി നട കൊല്ലത്തിൽ ധനുവിലെ തിരുവാതിര മുതൽ 12 ദിവസമേ തുറക്കത്തുള്ളൂ. സന്താന ഗോപാലമൂർത്തി ആരാധിക്കപ്പെടുന്ന ക്ഷേത്രം ഏതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആണ്. പൂർണ്ണത്രയീശ ക്ഷേത്രമാണ്. സന്താന ഗോപാലമൂർത്തി ആദരിക്കപ്പെടുന്ന ക്ഷേത്രം. സന്താന ഗോപാലമൂർത്തി ആദരിക്കപ്പെടുന്ന ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം. ഇലഞ്ഞിത്തറ മേളം ഏത് ക്ഷേത്രത്തിന്റെ വകയാണെന്നാണ് 97-ാമത്തെ ചോദ്യം. ഇവിടെ പാറമേക്കാവ് എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. പഞ്ചവാദ്യങ്ങളിൽ ഉൾപ്പെടാത്ത വാദ്യം ഏതാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇത് ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആക്കിയിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിമില വരുന്നുണ്ട്. പഞ്ചവാദ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് തിമില, അതുപോലെ തന്നെ മദളം, ഇടയ്ക്ക, ഇലത്താളം, അതുപോലെ തന്നെ കൊമ്പ്. ഇതാണ് എന്ത് പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തിമില, മദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. തിമില, മദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്, തിമില, മദളം. ഇത്രയും ചേരുന്നതാണ് പഞ്ചവാദ്യങ്ങൾ എന്ന് പറയുന്നത്. ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്, തിമില, മദളം. ഇത്രയുമാണ് എന്ത് പഞ്ചവാദ്യങ്ങൾ. ഭഗവത്ഗീതയിൽ എത്ര അധ്യായങ്ങളുണ്ടെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 18 എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രമേതെന്നാണ് നമ്മുടെ ചോദ്യം. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വരച്ചതെന്ന് വിശ്വസിക്കുന്ന ഗരുഡന്റെ പുറത്ത് മഹാവിഷ്ണുവും ഗണപതിയും എന്ന ചിത്രത്തിന് നേദ്യം സമർപ്പിക്കുന്ന ക്ഷേത്രമേതെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരം ചന്ദനക്കാവ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഈ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച 10 ചോദ്യങ്ങളാണ് നമ്മളോട് പരിചയപ്പെട്ടത്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പരീക്ഷയിൽ പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലൂടെയായിട്ട് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്തി. ഇപ്പോൾ ഒരു 10 ചോദ്യം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചവാദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. തിമില, മദളം, ഇടയ്ക്ക, ഇലത്താളം, കൊമ്പ്. ഏതൊക്കെയാണ് പഞ്ചവാദ്യങ്ങൾ? ഇടയ്ക്ക, ഇലത്താളം, തിമില, മദളം, കൊമ്പ്. ഇടയ്ക്ക, ഇലത്താളം, തിമില, മദളം, കൊമ്പ്. ഇതാണ് എന്ത് പഞ്ചവാദ്യങ്ങൾ.